ബിസ്മില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ. സ്നേഹം നിറഞ്ഞവരെ, മതപരമായ പഠനങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് കൂടുന്ന ആളുകൾക്ക് ഒരുപാട് നേട്ടങ്ങളും പ്രതിഫലങ്ങളും ഇഹപര ജീവിതത്തിൽ ഒരുപാട് ഫദ്ലുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിച്ചതായി, പ്രവചിച്ചതായി നബി വചനങ്ങളിൽ നമുക്ക് കാണാനാകും. എത്രമാത്രം ഉത്കൃഷ്ടരാണ് ഖുർആനും ഹദീസുകളും പഠിക്കുന്ന സമൂഹമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുമ്പോഴും, ഒഴിഞ്ഞ് നിൽക്കുന്ന, കാലിയായി നിൽക്കുന്ന മതപഠന സദസ്സുകളാണ് പ്രത്യേകിച്ചും ഇക്കാലഘട്ടത്തിൽ കൂടുതൽ നമുക്ക് കാണാനാകുന്നത്. അള്ളാഹുവിൻ്റെ വാക്കുകളെ, പ്രവാചകന്റെ വാക്കുകളെ സഗൗരവത്തിൽ ഗൗനിക്കുന്ന, സ്വീകരിക്കുന്ന മുഅ്മിനീങ്ങൾ വളരെ കുറവാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചക വാക്കുകളെ വിലമതിക്കുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. സഹൽ ഇബ്നു ഹമ്മല റളിയല്ലാഹു അൻഹു ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അദ്ദേഹം വിശദീകരിക്കുന്നു. നബി തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിനെ സ്മരിക്കുന്ന ഒരു കൂട്ടർ ഒരുമിച്ചിരുന്നാൽ, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഒരു കൂട്ടർ ഒരുമിച്ചിരുന്നാൽ, അവർ എഴുന്നേൽക്കുമ്പോൾ അവരോട് പറയപ്പെടും, നിങ്ങൾ എഴുന്നേൽക്കുവിൻ, നിശ്ചയം അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും നിങ്ങളുടെ തിന്മകൾ നന്മകളായി പകരമാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നുവെന്നാണ്. ഇമാം ബൈഹഖി അദ്ദേഹത്തിൻ്റെ ശുഅബുൽ ഈമാൻ എന്ന ഗ്രന്ഥത്തിൽ ഈ ഹദീസിനെ കൊണ്ടുവന്നപ്പോൾ ലോകത്തെ മുഹദ്ദിസുകൾ മുഴുവൻ സ്വഹീഹ് എന്ന വിശേഷണമാണ് ഈ ഹദീസിന് നൽകിയത്. ഭൂരിഭാഗം പണ്ഡിതന്മാരും സ്വഹീഹ് എന്ന് വിശേഷിപ്പിച്ച ഈ ഹദീസിൻ്റെ ആശയം അത്ര വിശാലമാണ്. നമ്മൾ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടൊരു സദസ്സിലിരുന്നാൽ ധാരാളം മഗ്ഫിറത്തുകളും തിന്മകൾ നന്മകളുമാക്കി മടങ്ങിച്ചെല്ലാൻ സാധിക്കുമെന്ന് പറയുമ്പോൾ എത്ര വലിയ ശ്രേഷ്ഠതയാണ്, മഹത്വമാണ് അറിവിന് വേണ്ടി ഒരുമിച്ച് കൂടിയ ആളുകൾക്ക് അള്ളാഹു നൽകുന്നതെന്ന് തിരിച്ചറിയുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.